ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ കുറേ ആയിട്ട് ബോട്ടിൽ ഗ്രീൻ കളറിലോട്ട് എന്താ ചെയ്യാത്തതെന്ന് വെച്ചിട്ട് ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാത്ത എന്തുകൊണ്ടോ ബോട്ടിൽ ഗ്രീൻ ഹാൻഡ് വർക്ക് അങ്ങനെ കുറച്ച് ഞാനും ആലോചിച്ച് കുറച്ചധികം ചെയ്തിട്ട് ക്രിസ്മസ് ടൈമിൽ ചെയ്ത്. അപ്പോൾ ആ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഈ ഒരു പടി വെച്ചിട്ടുള്ള വർക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഞാൻ പറഞ്ഞു വന്ന ഏത് കളറിലോട്ട് വേണമെങ്കിലും ഇത് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. പക്ഷെ ഇത് ഏറ്റവും ഭംഗി വരുന്നത് മെറൂണിലോട്ടും ഈ ഒരു ബോട്ടിൽ ഗ്രീനിലോട്ടും തന്നെയാണ്. നമ്മൾ ക്രീമിൽ ചെയ്തായിരുന്നു, ബ്ലാക്കിൽ വേണമെങ്കിൽ ചെയ്യാം. ബ്ലാക്കിലും ചെയ്ത് നല്ല ഭംഗി കേട്ടോ. നേവി ബ്ലൂവിൽ ചെയ്തു, ഡാർക്ക് ബ്ലൂവിലോട്ട് ചെയ്തു, അങ്ങനെ ഏത് കളറിലോട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും ഭംഗി ഇതിൽ പറഞ്ഞ ഡാർക്ക് കളേഴ്സ് തന്നെയാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് ഇവിടെ ഉണ്ട്. അതും മറ്റേ എന്താ ഓർഗൻസ, സാറ്റിൻ ഓർഗൻസ ഫാബ്രിക്കിൽ സെയിം തന്നെ അത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ജോർജറ്റിലോട്ടാണ്. നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഈ ഷുഗർ ബീഡ്സ് ഇട്ടിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് ആ വർക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കട്ട് ബീഡ്സിൻ്റെ ഒരു ലെയറും കൂടെ പോയിട്ടുണ്ട്. സ്ട്രെയിറ്റ് വി ആണ്. എത്ര വണ്ണുള്ളവർക്ക് വേണമെങ്കിലും നല്ല ഒതുക്കം തോന്നുന്ന ഒരു നെക്ക് പാറ്റേൺ ആണിത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്, വി കട്ടിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 48-49 വരുന്നുണ്ട്. നല്ല ഞാൻ പറഞ്ഞ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് ടൈം എടുക്കും ഹാൻഡ് വർക്ക് ആയതുകൊണ്ട്. ഡാർക്ക് എന്താ പറയുക, നല്ല ജെറ്റ് ബ്ലാക്കിലോട്ടോ നല്ല മെറൂണിലോട്ടോ പിന്നെ നേവി ബ്ലൂ പിന്നെന്താ അങ്ങനെ ഡാർക്കർ ഷെയ്ഡ്സ് നല്ല വൈൻ കളർ, ഇപ്പോൾ ഈ കാണുന്ന വൈൻ കളറിലോട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നല്ല അടിപൊളിയായിട്ട് ഫുൾ പടി, ചിലത് നല്ല ഇത്രയും പടി ഈ ഒരു വർക്ക് ഇത്രയും വരെ കൊടുക്കാറുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് കാണില്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് വരുമ്പോഴും ഒരു ഭംഗിയാണ് ഫുൾ വരുമ്പോൾ. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അതല്ലെങ്കിൽ ഫുൾ എന്താ പറയുക ഫുള്ളായിട്ടൊരു പടിയായിട്ടും കൊടുക്കാം. അപ്പം സ്ലീവിലോട്ടൊന്നും കൊടുത്തിട്ടില്ല അവർക്ക്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ എങ്ങനെയും ഒരു 10 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇത് ഡെസ്പാച്ച്, ഒരു 10 to 15 മാക്സിമം എടുക്കും അത്രയും ഡെസ്പാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സാറ്റിൻ ഓർഗൻസയിൽ പകുതി ചെയ്തേക്കുന്നത് ഇതിന്റെ സെയിം ടോൺ തന്നെ. ഇപ്പൊ ദുപ്പട്ട ഇട്ടാലും ആ ഒരു വർക്ക് മറയുന്നതുകൊണ്ട് ഇതൊരു ഫ്രോക്ക് പോലെ വേറെ ചെയ്യുന്നതായിരിക്കും അതിന്റെ ഭംഗി. പിന്നെ എക്സ്ട്രാ എന്താ പറയുക കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. സ്ലീവിലോട്ട് വർക്ക് വേണമെങ്കിലോ ഒരു കോമൺ ലുക്ക് ആയിരിക്കും. അപ്പൊ അത് പറഞ്ഞാൽ മതി. ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാതെ കഴിഞ്ഞ ദിവസം ഇത് സാറ്റിൻ ഓർഗൻസ, ഇതൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു ഫാബ്രിക് തന്നെ ഒരു ക്ലാസ് ലുക്കാണ്. ഇതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെ ഈ ഒരു സാറ്റിൻ ഓർഗൻസയുടെ പിങ്കിലോട്ട് ഫുൾ പടി വീതി കൂട്ടിയിട്ട് ഇത് കുറച്ചിട്ട് ഇതിനകത്ത് വീതി കൂട്ടിയിട്ട് നീളം കുറച്ചിട്ട് ചെയ്തേക്കുന്നത് ആ ഒരു നല്ല പിങ്ക് ഷെയ്ഡ്. ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഒത്തിരി എൻക്വയറീസ് വന്നൊരു പീസാണ്. അതുപോലെ തന്നെ ബേൺഡ് ഓറഞ്ചിലോട്ട് നല്ല സിൽവർ കളർ ഷുഗർ ബീഡ്സ് തന്നെ ഇട്ടിട്ട് ഈ ഒരു പാറ്റേൺ. പിന്നെ ഇത് അപ്പം ഈ ഫാബ്രിക് ഇതിനകത്തോട്ട് നമുക്ക് എല്ലാ കളേഴ്സും കിട്ടൂല ഈ ഒരു സാറ്റിൻ ഓർഗൻസ. കാരണം അതിന് പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ഇത് ജോർജറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്